നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതിനെ പറ്റിയൊരു ടൂളാണ്. ഇതാണ് ആ ടൂൾ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഇതിനെപ്പറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റി കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു കുപ്പിയും പിന്നെ ഒരു കുഞ്ഞ് ഓസും. ഇത് ഇത്രയ്ക്ക് കുഞ്ഞല്ല, വേണ്ട ഒരു ഇത്ര ഹൈറ്റാണ് ചെയ്യുന്നത്. അത് ഇത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ രീതിക്കനുസരിച്ച്. ഞാൻ കുഞ്ഞതായത് കാരണമാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പം പിന്നീട് ഈ ഓസ് നമ്മൾ ഇതിനകത്ത് ചൂടാക്കി കണക്ട് ചെയ്യണം. അതിന് ശേഷം ഈ ഓസ് ഈ ഇതുണ്ട് ഒരു കുഞ്ഞോസ്, ഇത് നമ്മൾ ഇതിങ്ങോട്ട് കണക്ട് ചെയ്യണം. ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ തുളയിടണം കേട്ടോ, ഇവിടെ തുള. അല്ലാതെ തുളയുള്ള കുപ്പിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വലിയ കുപ്പിയില്ലായിരുന്നോ, അതിൻ്റെ അടിയിലോട്ടും തുളയിട്ട് നമ്മളിത് കുത്തിക്കയറ്റി വെക്കും. ഞാനിത് എടുത്തിരിക്കുന്നത് ഇത് സോളാറിൻ്റെയും പിന്നെ ഇത് എണ്ണക്കുപ്പിയുമാണിത്. അപ്പം ഇത് പിന്നീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനെ പറ്റി അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമുക്കുള്ളത് ഇത് രണ്ടും നമ്മൾ വെള്ളത്തിൽ പിടിക്കും. വെള്ളം കാണിച്ചു തരാം നിങ്ങളെ. അപ്പം ബാ, നമുക്ക് മൊത്തം വെള്ളം പിടിക്കണം. ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളം പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ചെടിക്കനുസരിച്ചുള്ള വെള്ളം വേണം. ഞാനിപ്പോൾ നിറച്ച് പിടിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇപ്പുറത്തോടെ പോവായിരുന്നു. അപ്പോൾ ഗായ്സ് കാണിക്കാം ഞാൻ ഇതിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന്. പിടിച്ചോ. വാ എന്നെ കിട്ടുന്നുണ്ടോ നോക്കടി. നമ്മളോട് കേൾപ്പോ നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാൻ ഇത് അങ്ങനെയാണ് ചെയ്യാവുന്നോ. നമ്മളിതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ കളഞ്ഞു. അപ്പം നമ്മൾ ഈ സംഭവം പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറും. ഈ സംഭവം താത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് വെള്ളം കയറത്തില്ല. അപ്പം ഞാൻ ഇത് നോക്കാം, ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് നമ്മളിത് പൊക്കുമ്പോൾ ഇതിങ്ങോട്ട് വെള്ളം ഇങ്ങനെ അങ്ങ് വരും കേട്ടോ. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിറച്ചുണ്ടെങ്കിലും ഇത് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ കിടുത്തുണ്ടെങ്കിൽ അതൊക്കെ പോയി. അപ്പം ഞാൻ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ പിടിക്കും. അപ്പം ഇത് താത്തണം. ഇങ്ങനെ പിടിച്ചു പൊക്കുന്നു. ഇവിടെ കാണിക്കുന്നു. ഇപ്പോൾ താഴേക്കടെ വെള്ളം പോകുന്നുണ്ട്, കാണിക്കണം. നീ അവിടെ നനങ്ങല്ലേ, അനങ്ങി എൻ്റെ വെള്ളം ഇങ്ങനത്തൊക്കെ പൊക്കി കാരണമാണ്. പിന്നീട് നമുക്കുള്ളത് ഇതിൻ്റെ അത് നമ്മൾ നിറച്ച് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിറച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് 1-2 മണിക്കൂറൊക്കെ യൂസാക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ പശയൊക്കെ യൂസാക്കുവാണെങ്കിൽ, ഇങ്ങനെ വെള്ളം പോകാത്ത പശയൊക്കെ യൂസാക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ല. മെഷീന് നമുക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് തോളെ തൂക്കിയിടാവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. പക്ഷേ ഇതിന് അടപ്പ് വെച്ചേക്കില്ല കേട്ടോ. ഈ സാധനത്തിന് അടപ്പ് വെച്ചില്ലെങ്കിൽ വലിയ പാടാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടയ്ക്കും. പിന്നെ നമുക്കിത് ചെയ്യാൻ നേരത്ത് പിന്നെ വലിയ പാടായിരിക്കും. വെച്ചോ എന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ പാടാകും. പിന്നെ ഇതിൻ്റെ അകത്തും വെള്ളം, ഇതിൻ്റെ അകത്തും ഇങ്ങനെ തന്നെ
ഒരു ചെറിയ ഓസും പിന്നെ ഒരു ചെറിയ കുപ്പിയും പിന്നെ എന്തായിരുന്നു മറ്റേ ഇതിൻ്റെ പേര് വാട്ടർ ഫിൽറ്റിൻ്റെ ചെറിയ പൈപ്പില്ലേ അതെടുത്തതിന് ശേഷം നമ്മൾ ഈ വലിയ കുപ്പിയിലോട്ട് കണക്ട് ചെയ്യണം. ഇതേ എൻ്റെ സോളാർ വാട്ടറിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷെ വലുതായിരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ ടാങ്ക് എടുക്കണമെന്നൊന്നും പറയുന്നില്ല. ഇത് ഒരു ചെറിയ കുപ്പി അത്രേ ഉള്ളൂ. ഇത്രയൊന്നുമല്ല, ഇത് വലുത് ഒരു ഞാൻ വെക്കുന്നത് ഒരു ഇത്രയ്ക്ക് സൈസിൽ ഞാൻ വെച്ചത് ഒരു ഇത്രയ്ക്ക് സൈസിലൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയൊക്കെ ആക്കാം, ഇത്ര ആക്കാം. ഇങ്ങനെ ഓരോരോ കുപ്പികളുണ്ട്. പക്ഷേ അത് വലുതാകുമ്പോൾ നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നീട് നമുക്കിത് കുഴപ്പമില്ലാതെ യൂസാക്കാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇത് നിറച്ച് വെക്കുകയാണെങ്കിൽ ഇത് കുറേ നേരം യൂസാക്കാം. എൻ്റെ ഇതിൻ്റെ അടിയിൽ തുളയുണ്ട്. തുള കുറച്ച് കൂടി പോയിട്ട് താഴെ പോകുന്നുണ്ട് വെള്ളം. അതേ കാരണമാണ് വെള്ളം കുറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ ഇത് തോട്ടക്കാർക്കൊക്കെ നല്ല കാര്യം തന്നെ ഇത്.